Look at that sunset. It's absolutely perfect. ഗുഡ് മോർണിംഗ്. ഇവിടെ ഇപ്പോൾ രാവിലെ 6:30 ആയിട്ടുണ്ട്. സൺഡേ. നമ്മൾ ഫസ്റ്റ് പേരുടെ ട്രക്കിങ്ങിന് പോകുന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് റെഡിയൊക്കെ ആയിട്ട് സൺറൈസ് പിടിക്കാനുള്ള സെറ്റപ്പിന് വേണ്ടി സെറ്റാവാം. Good morning, Bangalore. Let's go. പോവാം. ഓക്കെ. എക്സ്പീരിയൻസ് അല്ല, ഇവിടെ വന്നിട്ട് ആദ്യമല്ല ഇങ്ങനെ ഒരു ഇത്ര നല്ല സ്റ്റീപ്പ് സാധനം. എല്ലാരും ഉണ്ട്. എന്താടാ സീനാണ്. അപ്പം നമ്മുടെ ഡ്രോണിൻ്റെ ചാർജ് തീർന്നു. ലൈക്ക് നമ്മൾ കുറേ ഫുട്ടേജൊക്കെ ഉണ്ട്. എല്ലാ അടിയും കാണും നിങ്ങൾ. താഴത്തേക്ക് ഇറങ്ങുക. ഈ ചെയിനിൽ ഇറങ്ങണം. നല്ല നല്ല സ്റ്റീപ്പാണ്. ഫോണൊക്കെ ഇതെല്ലാം മാറ്റിയില്ല, ഭയങ്കര പാടാണ്. ഈ ചെയിനിലാണ് നമ്മൾ ഫുള്ള് കളി. അപ്പം നമുക്ക് താഴെ എത്തുമ്പോഴോ അടുത്ത സീൻ നോക്കാം. ഓക്കെ, പകുതി നമ്മളെത്തി. ഇനി ഉണ്ട് താഴത്തേക്ക്, ഇനി ഉണ്ട് അങ്ങോട്ടുണ്ട്. ഓക്കെ, ഓ ലാസ്റ്റ് സ്ഥലമെത്തി അങ്ങനെ. ഓക്കെ, ഈ കാർ പാർക്കിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. എന്റെ അമ്മയാ, അതവിടെയാണ് നമ്മൾ ഇന്നേ. നിങ്ങൾ ആ മരമില്ലേ, ആ മരം കണ്ടില്ലേ, അവിടെ വെച്ച് ഡ്രോണ് നിങ്ങൾ എന്താ ചെയ്തിരുന്നു? ആ കോണ്ടറിൽ വെച്ചിട്ട് ഇപ്പഴാണ് ഞങ്ങള് വരുന്നേ. ഇവിടുന്ന് നല്ല റോഡിൽ കണ്ടു. വീട്ടിൽ പോകുന്ന വീട്ടിൽ പോയി 1 മണിക്കൂർ ചെക്കൗട്ട് ചെയ്യണം. എന്നിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകണം. പോയല്ലേ, ഇപ്പൊ ചെക്കൗട്ട് ചെയ്തു. നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോവാ. അപ്പം അടുത്ത സ്ഥലത്തേക്ക് പോവല്ലേ? സെറ്റ്. നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് അടിക്കാൻ വേണ്ടി വന്നപ്പോൾ Thank you. One of the scrambled egg is coming. Yeah. Just for you. ഓക്കെ, അപ്പോൾ അടുത്ത ട്രെക്കിങ് പരിപാടി തുടങ്ങി. അങ്ങോട്ട് കയറുന്നു. ട്രാക്ക് ഇത് അവിടെ പോയിന്റ് എത്താൻ വേണ്ടിയിട്ട് 2 മണിക്കൂർ സംതിങ് ആണ് കാണിക്കുന്നത്. ഇപ്പം സമയം ഉച്ച 12:30 ഏകദേശം 1 മണിക്കൂറായിട്ടാ നടക്കാൻ തുടങ്ങിയിട്ട്. ഇതാണ് ഇപ്പോഴും കാട്ടിനകത്ത് തന്നെ. ചുരുളിയിൽ പോലും ഇല്ലാത്ത ചുരുളി. ഞാനിവിടെ അടുത്തൊരു പാലം കയറിയതാണേ. ഞാനിങ്ങനെ പാലത്തിലേക്ക് കയറി നൈസായിട്ട് ഇങ്ങനെ വഴിയൊക്കെ കണ്ടിട്ട് വരികയാണ്. പെട്ടെന്ന് താഴത്തേക്ക് നോക്കിയപ്പോഴാണ് ഇത് നല്ല താഴ്ചയുണ്ട്. നല്ല താഴ്ച. ഇവിടെ എന്താണ് ഇവിടെ വെയിലൊന്നും കിട്ടാത്തത് എനിക്കറിയില്ല. കാരണം ഇത് രാത്രിയും ഫുള്ള് ആളുകൾ വരുന്ന സ്ഥലമാണ്.
അയ്യോ, എന്നിട്ടിപ്പോൾ ഞാനിവിടെ എത്തിയപ്പോൾ ഒരു പുള്ളിയോട് ചോദിച്ചു ഇവിടെ വെള്ളം കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ഒരു സംഭവമുണ്ട്, ട്രീറ്റഡ് അല്ലെന്നേ ഉള്ളൂ, പക്ഷേ കുടിക്കാൻ കുഴപ്പമൊന്നുമില്ല, ഇവിടെ എല്ലാവരും കുടിക്കുന്ന അങ്ങനെ പറഞ്ഞു. വെള്ളം കുടിക്കാൻ എനിക്ക് താഴ്ചിട്ട് വയ്യ. നടക്കണം. ഡോർമെട്രി എങ്ങനെയുണ്ടായി ഗൈസ്? ചത്ത അല്ല, അതാണ് സോറി ഉണ്ട്. ഇതെല്ലാം റൂമാ, ഓരോ നമ്പറുണ്ടോ? ഇതെല്ലാം റൂംസാ. എന്താണ് അഭിപ്രായം ഇവിടെ വന്നിട്ട്? നല്ല ഡെഡാവും, നല്ല ഫോഗായിട്ട്. വിശക്കുന്നുണ്ടോ? ആദ്യം ചോദിക്കേണ്ടതല്ലേ. വിശക്കുന്ന എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഈ ചുറ്റും നല്ല മീൻ്റെ മണമനുണ്ട്. മീനല്ല, മീനല്ലത് സാധനം മുറിച്ചാ. എന്തൊക്കെയോ നിങ്ങൾ കാണുക ഗൈസ്, വെതർ ഇതുവരെ ഇല്ലാത്തൊരു വെതർ. വെയിലും ലേക്ക് വ്യൂവും. ഈ സാധനം പ്രതീക്ഷിച്ച് വന്ന ഞങ്ങളാ കണ്ടേക്കുന്ന സാധനം നോക്ക്. வாழ்க்கை என்பதே അൻപിനിൽ അൻപിനിൽ മുഞ്ചി മുഞ്ചി മുഞ്ചി. എല്ലാവരും വരുന്ന സമയത്ത് നല്ലോണം ഫുഡൊക്കെ കൊണ്ടുവരിക. നമ്മൾ ചെയ്തൊരു അബദ്ധമാണ്. പിന്നെ കുറച്ച് നല്ലോണം വെള്ളമൊക്കെ കരുതുക. തണുപ്പിൻ്റെ തുണികൾ എടുക്കുക. സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് നല്ലോണം വിയർക്കും. പിന്നെ ഇവിടെ സ്റ്റേ അടിപൊളിയാണ്. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആണ്. എല്ലാം ഫ്രീ ആണ്. പിന്നെ ഒരു കാര്യം, ഇത്രയും കയറി വരേണ്ട ഒരു കാര്യമില്ലായിരുന്നു. നമ്മൾ ആക്ച്വലി വരുന്നത് അതന്നെ ഹെലിപാഡ് ഉണ്ട്. പോകുമ്പോ ഹെലിപാഡ് കിട്ടുമോ നോക്കട്ടെ. അയ്യോ അമ്മേ. ആക്ച്വലി ഞാൻ പറയട്ടെ, എന്താ പറയാ, നമ്മള് എന്തോ പറയാൻ പറ്റുന്നില്ല, മറന്നുമല്ല. അവിടെ നിന്ന് റെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ലേക്ക് ഉണ്ട് മൗണ്ടൻ്റെ മുകളിൽ, അത് കാണാൻ വേണ്ടി പോവാ. അന്യായ ഫോഗാ, ശരിക്കും പറഞ്ഞാൽ നല്ല വെയിലാണെങ്കിൽ ഫോഗൊന്നുമില്ല, വേറെ തന്നെ വ്യൂ ആ താഴെ പറഞ്ഞ പോലെ. നമ്മളവിടുത്തെ പരിപാടിയെല്ലാം കണ്ട് തിരിച്ചു പോവാ. നല്ല തണുപ്പായി, പിന്നെ ഇരുട്ടായി, മൊത്തം ക്ലൗഡിയായി, ഫുള്ള് ഇരുട്ട്. ആ ട്രെക്കിങ് നടന്ന് എത്തിയതാ ഇപ്പോഴത്തെ അല്ല ഒത്ത കാട്, ഒന്നും കാണത്തില്ല. പുറകിൽ അവരൊക്കെ ഉണ്ട്. ലൈറ്റൊന്നും ഇല്ല നിങ്ങൾക്ക്? ആ ഉണ്ടുണ്ട്. ഇല്ലില്ല, അവരൊക്കെ അവിടെ ഇരുന്നു, ജസ്റ്റ് ഞങ്ങളൊന്ന് ഇരുന്നു. ഞങ്ങളിപ്പോൾ ഏതാണ്ട് 24 മിനിറ്റ് ഇനിയും ഉണ്ടെന്ന്. അപ്പോൾ ഞങ്ങളിപ്പോൾ തന്നെ ഒരു 2 മണിക്കൂർ താഴെ എത്തിയിട്ടുണ്ട്. ഇനിയും പോകണം ദൂരം. നല്ലതായിട്ട് മടുത്തു, നല്ല വിശപ്പുണ്ട്. ലാസ്റ്റ് നമ്മളങ്ങനെ വണ്ടിയിലെത്തി ഗൈസ്. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഇപ്പോൾ ചിക്കൻ ബിരിയാണി കിട്ടുമെന്ന് നോക്കാം അല്ലേ? ചിക്കൻ ബിരിയാണി കിട്ടിയ 2 പറ. ഒരു ബിരിയാണി കടിച്ച് സെറ്റായിട്ട് ഇനിയിപ്പം തിരിച്ചത്ര ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ വേറൊരു മോട്ടൽ കണ്ടുവെച്ച് ബുക്ക് ചെയ്ത് ഇനിയിപ്പോൾ മോട്ടലിൽ പോകാം. അവിടെ സ്റ്റേ ചെയ്തിട്ട് രാവിലെ പോകാമെന്ന് വെച്ചു. ഓക്കെ, മോട്ടലിൽ പോവാം. അങ്ങനെ നമ്മൾ ആ മോട്ടലിലെത്തി. റൂമൊന്ന് സെറ്റായി, 2 റൂമൊക്കെ എടുത്ത് സെറ്റായിട്ട് ഇപ്പം ജസ്റ്റ് ഒന്ന് സ്ട്രെച്ചൊക്കെ ചെയ്തൊന്ന് കിടക്കാമെന്ന് വെച്ചിട്ടാണ്. എന്നിട്ട് രാവിലെ പോവാം. 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇറങ്ങും. 5 മണിക്ക് ഇറങ്ങി 6 മണിക്കൂർ തിരിച്ചു പോകണം. അപ്പോഴത്തേക്ക് ഒരു ഉച്ചയ്ക്ക് ആകുമ്പോൾ എത്തുന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്ത് പോവാം. ഓക്കെ, അപ്പം എന്തായാലും നാളെ രാവിലെ പാക്കല. അങ്ങനെ അടുത്ത ദിവസം രാവിലെ മോർണിംഗ് ആയി, എണീറ്റ് രാവിലെ തന്നെ പോവാം. ഇപ്പം 4:15 5 മണിയാകുമ്പോൾ ഇറങ്ങുന്ന രീതിയിൽ നേരെ എന്നിട്ട് തിരിച്ച് ഓക്ലൻഡിലേക്ക് പോവാം. അവിടെ നിന്നോ ദീപനെ, രാവിലെ എന്താ ചായ കുടിച്ച്. താങ്ക് യു.
ഞങ്ങൾ ജസ്റ്റ് ഇപ്പോൾ തിരിച്ച് പോകുന്ന വഴിക്ക് ഒരു ഗ്രേവ് ഒരു സ്റ്റോപ്പ് അടിച്ചതാ. എന്നിട്ട് ജോഷുവ മോഗൻസ് ഗ്രേവ് എന്താ നോക്കാം, വലിയ ദൂരമില്ല, 2 മിനിറ്റിൻ്റെ ഓക്കേ ഉള്ളു. എന്താ നോക്കിയിട്ട് തരാം. ഇതാണ് ഗ്രേവ്. 1945 മരിച്ച 13 ഓഗസ്റ്റ്. ആനി മോഗൻ വൈഫ് ഇവിടെ തന്നെ. ഓ വൈഫ് ഇവിടെയാണ് ആളുടെ അല്ലേ. പുള്ളി 1945 ഇയേഴ്സിന് മരിച്ചതാ. ഓ രണ്ടുപേരും ഇവിടെ ചെയ്തേ. സർവേയറാടാ. നൈസ്. ഇത് നോക്കി ഒത്ത കാടിന് നടക്ക്. നൈസ് 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 നൈസ്. അങ്ങനെ നമ്മളിപ്പോൾ തിരിച്ച് പോകണ വഴിക്ക് ഇപ്പോൾ ബ്രഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ടൈം കഴിഞ്ഞിട്ട് ഇപ്പോൾ ബ്രഞ്ച് കഴിക്കാമെന്ന് വെച്ചിട്ട് കയറുക ഫുഡ് അടിക്കാൻ. ഇതെടുത്തോ. യെസ്, അങ്ങനെ ഫൈനലി നമ്മുടെ 2.5 days നീണ്ട ട്രിപ്പിൻ്റെ ഒരു അവസാനമായിട്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഫൈനൽ പാർട്ടിൻ്റെ എൻഡിങ് ഇവിടെയാണ്. അപ്പം അങ്ങനെ എല്ലാം കഴിഞ്ഞ് എന്നെ അവർ ഡ്രോപ്പ് ചെയ്തിട്ട് അവർ വീട്ടിൽ പോയി. ഇപ്പോൾ ടൈം ഇവിടെ ഉച്ച ഒരു 1:30 ആയി. ഇനി നമ്മൾ ചാർട്ടറായിട്ട് ഇനിയും ഉണ്ട്. നമ്മളിങ്ങനെ ഡേയ്സ് ഓഫ് ഇങ്ങനെ കലണ്ടറിൽ ഇങ്ങനെ ഡേയ്സ് ചാർട്ട് ചെയ്തിട്ടുള്ള പരിപാടീസ് എല്ലാം ഉണ്ട് പ്ലാൻഡ് ആയിട്ടുള്ള. അപ്പോൾ ഇനി ഇങ്ങനത്തെ വീഡിയോസും ഇതിലും എപ്പോഴും പറയുന്ന പോലെ ഇതിൽ ഇമ്പ്രൂവ്ഡ് ക്വാളിറ്റി വൈസ് ഇമ്പ്രൂവ്ഡ് ആയിട്ട്, പിന്നെ ഓഫ് കോഴ്സ് എല്ലാ രീതിയിലും കുറച്ച് പ്ലാൻഡ് ആയിട്ട് കുറച്ച് ഓർഡേഡ് ആയിട്ട് ഇനി കുറേ വീഡിയോസ് വരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബി സബ്സ്ക്രൈബ്ഡ്. കീപ് സപ്പോർട്ടിങ്. ഇഫ് യു ഗൈസ് ലൈക്ക് ഇറ്റ്. അപ്പം ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. സൈനിങ് ഓഫ് ഫ്രം കോക്കനട്ട് ടു കിവി.